മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എൻജിസാർമ മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ സ്വർഗോന്മുഖമായി വിശുദ്ധിയോടെ സ്വർഗത്തിലെത്തിച്ചേരാം, മാധുര്യമായിട്ട് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെ അവർ പുണ്യങ്ങൾ അഭ്യസിക്കട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു സംസാരങ്ങൾ. ഇതതിന് നമ്മെ സഹായിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡെയ്സി ആൻറ്റി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ആൻറ്റിയെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പമുള്ള കുടുംബം കോട്ടയം നിന്നുള്ള ജോസഫ് പ്രീത ദമ്പതികളാണ്. ഇവരാണ് എൻജിസാർമയുടെ തുടക്കക്കാരും ഇപ്പോഴുള്ള കോർഡിനേറ്റർ ഫാമിലിയും. ചേട്ടൻ റെയിൽവേയിൽ എഞ്ചിനീയർ ജോലി ചെയ്യുന്നു. അവർക്ക് 5 മക്കളാണുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങളെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. ഒത്തിരി സന്തോഷം തരുന്നൊരു വിശുദ്ധനാണ് വിശുദ്ധ ജെറാഡ് മജല്ല. നിങ്ങൾക്ക് ജീവിതകഥ വായിച്ചിട്ടൊക്കെ മനസ്സിലാവും. ഒത്തിരി തമാശയൊക്കെയുള്ള ഒരു സാധാരണക്കാരായ വിശുദ്ധനായിരുന്നു. ഒരു ദിവസം വിശുദ്ധ മജല്ല പള്ളിയിലിരിക്കുകയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോയിരിക്കാറുണ്ട്, ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ പള്ളിയുടെ പുറത്തിരുന്ന് കാണുന്നുണ്ട്. അവൻ മിക്കവാറും പള്ളിയിൽ വരുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ ഒരു ദിവസം ഒരു രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അവൻ പള്ളിയിൽ നിന്ന് പോകാതെ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ചരിയുന്നു, വളയുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു. അപ്പോൾ വികാരിച്ച് ചോദിച്ചപ്പോൾ എന്താ വല്ലോ അസുഖം പിടിച്ചോ, വല്ലോ എപ്പിലെപ്സി പോലെയൊക്കെ വല്ലോ അസുഖം പിടിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് ചോദിച്ച് വികാരിച്ച് ഒന്നിനെ അടുത്ത് നോക്കി. ഇവൻ പറയുന്നുണ്ട്, എന്നെ വിട്, ഞാൻ പോട്ടെ. വികാരിച്ച് ചുറ്റുമൊക്കെ നോക്കി, ആരെയും കാണുന്നില്ല. അതിപ്പോൾ വികാരിച്ച് വെച്ചുവല്ലോ സാത്താമെല്ലാം കൂടി പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ ഇവൻ പറയാണ്, ഈശോ എന്നെ വിട്, എനിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. വികാരിച്ചനോട് തോണ്ടി വിളിച്ച് പുറത്തിറക്കിക്കൊണ്ട് പോയി. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, നീ എന്താ ഈ പള്ളിയിൽ നിന്ന് പറയുന്നത്? അപ്പോൾ അവൻ പറയാണ്, അച്ഛാ ആരോടും പറയരുത്, ഈശോ എന്നെ വിടുന്നില്ല പള്ളിയിൽ നിന്ന്. ഈശോ പറയാണ്, ആരും ഇല്ല, എനിക്ക് ചില വർത്താനം പറയാൻ കൂട്ടിരിക്കും. അതുകൊണ്ട് ഈശോനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ മധുരകരമായ സംസാര വിഷയവും. ഈശോയ്ക്കൊപ്പം ആയിരിക്കുന്ന നല്ല നിമിഷങ്ങൾ. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് മുമ്പിൽ ഒരു കുടുംബത്തിന് ഒരുമിച്ച് എങ്ങനെ ഇരുന്ന് ആരാധിക്കാം, മക്കളെ എങ്ങനെ ഒരു ദിവ്യകാരുണ്യ ഭക്തിയിൽ തമ്പുരാനോടൊപ്പം ആയിരിക്കുന്ന ഒരു നല്ല സാഹചര്യത്തെ വളർത്തിക്കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെയ്സി ആൻറ്റിയിൽ തന്നെ തുടങ്ങാം. ആൻറ്റിയുടെ അടുത്ത് ഒത്തിരി പേര് കൗൺസിലിങ്ങിലൊക്കെ വരാറുണ്ടല്ലോ. ഉറപ്പായിട്ട് ഈ കൗൺസിലിങ്ങിലേക്ക് ഇരിക്കുന്ന ഒരു മണിക്കൂറോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നാണ് ഒരുങ്ങുന്നത്. അതിന് പ്രഘോഷകരും കൗൺസിലേഴ്സ് എല്ലാം ആൻറ്റിയുടെ ദിവ്യകാരുണ്യ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട, ഈശോടൊപ്പം ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട, ഭക്തിയൊക്കെ വിട്, ഈശോയുടെ സ്നേഹത്തിലായിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഒന്ന് പറയാൻ വേണ്ടി. അച്ഛൻ പറഞ്ഞാൽ ശരിയാ. നേരത്തെ പറഞ്ഞ ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ശരിക്കും നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. എൻ്റെ ദിവസത്തിൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് മണിക്കൂറോളം ഇരുന്നാലും ഞാൻ അറിയത്തില്ല, സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ മോള് വൈകിട്ട് എന്നോട് ചോദിക്കും, മമ്മി ഇന്ന് എന്നാ ചെയ്തു, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ നിന്നെ വിട്ടിട്ട് ഞാൻ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു. എന്നിട്ട് പിന്നെ എന്നാ പിന്നെ ഒന്നുമില്ല. അപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നോ? വൈകുന്നേരം വരെ ഞാൻ ഇരുന്നു. ബോറടിക്കുകയല്ലേ? അയ്യോ, ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ എങ്ങനെ ബോറടിക്കാനാ? ആണോ, അത്രയ്ക്ക് നല്ലതാണോ? അത്രയ്ക്ക് അനുഭവമാണ്. ഞാൻ ഭയങ്കര അനുഭവമാണ് ഈശോയുടെ മുമ്പിൽ ഫുൾ ഡേ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടോ? അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. അതായത് വിശപ്പ് പോലും അറിയാതെ കൊണ്ട് ഫുൾ ഡേ ആ ദൈവ സാന്നിധ്യത്തിൽ ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് കൂടെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഒന്നും പറയണമെന്ന് പോലും ഇല്ല, ചിലപ്പോൾ മിണ്ടാതെ അവിടെ എത്ര നേരം വേണേലും ഇരിക്കും. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എപ്പോഴും എല്ലാവരും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ അവർക്ക് ചിലപ്പോൾ ചില ചാപ്പലിൽ ചെല്ലുമ്പോഴത്തേന് ഒത്തിരി ആൾ കാണും. അപ്പം ഞാനിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈശോയോട് ചോദിക്കും, ഈശോയെ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിനക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ ഈശോ പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ ഒന്നും മിണ്ടി കൊളമാക്കാതിരുന്നാൽ മതി എന്നാണ്. അപ്പം നമുക്കത് ഭയങ്കര ഒരു അനുഭവമാണ്. പിന്നെ അച്ഛൻ പറഞ്ഞാൽ നമ്മൾ ശുശ്രൂഷയിലായാലും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും തീരുമാനിക്കണമെങ്കിലും എല്ലാം ഈശോയുടെ മുമ്പിലോട്ട് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷനാണ്. ഭയങ്കര അനുഭവമാണ്. സാധാരണ നമ്മളിങ്ങനെ കുടുംബങ്ങളിലൊക്കെ പിള്ളേരെ ഉറപ്പായിട്ടും എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ഓർഡറായി വരുന്നുണ്ട്. എല്ലാ ദിവസവും ആരെങ്കിലും കുറേ ആളൊക്കെ പള്ളിയിലൊക്കെ പോവുക, ഇത് നവീകരണത്തിലൂടെ കടന്നു വന്നവരൊക്കെ. പക്ഷേ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കാനും കുർബാന കഴിഞ്ഞ് അധികം നേരം അതിൽ ഈശോയുടെ മുമ്പിലിരിക്കാൻ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പോയിരിക്കാൻ അങ്ങനെ ഒരു ശീലമൊക്കെ നമ്മുടെ നാട്ടിൽ അത്രയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും അനുഭവം അങ്ങനെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം
പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആയിരിക്കുക എന്ന് പറയുമ്പോഴേ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളും ഇഷ്യൂസും ഈശോയോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഈശോ എന്നെ നോക്കുന്നു, ഞാൻ ഈശോയെ നോക്കുന്നു. അപ്പം ഈ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഞാൻ കുർബാനയ്ക്ക് പോകുന്ന പള്ളിയിൽ അടുത്ത് തന്നെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. കുർബാന കഴിഞ്ഞ ഉടനെ ഞാനും മക്കൾ ഒന്നിച്ചാണ് ഞങ്ങൾ പോകാറുള്ളത്. പ്രീതയും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. കുർബാന കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരെ ഒരു 5 മിനിറ്റെങ്കിലും അവിടെ പോയിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചാപ്പലിനുള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ കയറി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ മക്കളെല്ലാവരും വന്ന് കയറും. ആദ്യമൊക്കെ ഞാൻ അവരോട് പറയുമായിരുന്നു, വാ നമുക്കൊന്നിച്ച് പോകാമെന്ന്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവർ എൻ്റെ കൂടെ ഒന്നിച്ച് വന്ന് കുറച്ച് സമയം ഈശോയുടെ കൂടി ഇരുന്ന് ആരാധിച്ചിട്ട്, ഇളയ മോൾ അവൾ 3 വയസ്സേ ഉള്ളെങ്കിൽ പോലും ആദ്യം വന്നിരുന്ന് കുരിശ് വെച്ച് മുട്ടുകുത്തി ചില സമയത്ത് അവൾ കുമ്പിട്ട് ആരാധിക്കുന്നതും കാണാം. അപ്പനും അമ്മയെ കാണിക്കുന്നവരെ തലകുമ്പിട്ടും കിടക്കും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ അവളുടേതായ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവളത്രയും അവർ ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പഴയൊരു കഥയുണ്ടല്ലോ, ഒരു കൊച്ചു ടോണിക്കുട്ടൻ്റെ കഥ. എല്ലായിടത്തൊക്കെ പറഞ്ഞ് തഴമ്പിച്ച കഥയാണ്. ടോണിക്കുട്ടനെ പ്രാർത്ഥിക്കാമെന്ന് അറിയത്തില്ല, പക്ഷെ അവൻ പള്ളിയിലൂടെയൊക്കെ പോകുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ഈശോ ഉണ്ട്, എപ്പോഴും കയറി ടാറ്റ കൊടുത്തിട്ടൊക്കെ പോകണമെന്ന്. ഇവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഓടി വന്ന് സ്കൂളിലോട്ട് പോകുന്നവരെ പള്ളിയിരിക്കുന്നത് പള്ളിയിൽ കയറി ആദ്യം വന്ന് പള്ളിയിലോട്ട് അങ്ങ് കുമ്പിട്ട് അമ്മയെ കാണിക്കുന്നവർ നേരം ചുംബിക്കും. ഈശോ ഉള്ള സ്ഥലമാണല്ലോ. എന്നിട്ട് നേരെ കുരിശി കിടക്കുന്ന ഈശോനെ നോക്കും. അപ്പോൾ അവൾ സക്രാരിയൊക്കെ അതിൻ്റെ താഴെയുണ്ട്. ഇവൻ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒരു ചുറ്റുമൊക്കെ നോക്കും. വിശുദ്ധന്മാരൊക്കെ എല്ലായിടത്തൊക്കെ ചിരിച്ച് കാണിക്കും. എൻ്റെ ഉറക്കം പറയും, ഈശോയെ ടോണിക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ചുറ്റുമൊക്കെ വിശുദ്ധന്മാരെയൊക്കെ മാതാവിനെയൊക്കെ നോക്കി ചിരിച്ചൊക്കെ കാണിച്ചിട്ട് ഈശോട് പറയും, ഈശോ ടോണിക്കുട്ടൻ പോവുക കേട്ടോ, ടാറ്റ, അവൻ പോവും. ഇതൊരു കഥയാണ്. കുറച്ച് കഥ പറയുന്നത് ഇങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു മരിച്ചു പോയിട്ട് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്വർഗത്തിൻ്റെ പുറത്ത് ഈ ഒരു പള്ളിനിക്കരൊക്കെ ആയിട്ട് കൊച്ചു നിൽക്കുകയാണ്. അപ്പോൾ വലിയ ബിഷപ്പുമാരും മെത്രാന്മാരും ഒക്കെ അവിടെ ക്യൂ നിൽക്കുകയാണ് അകത്തേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ പത്രോസ്ലിയുടെ വന്നപ്പോൾ കൊച്ചിനെ കണ്ട് പത്രോസ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടോണിക്കുട്ടൻ ഉറക്കം വിളിച്ചു വരാണ്, ഈശോയെ ടോണിക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഭഗത്ത് നിന്ന് ഈശോ പറയാണ്, ടോണിക്കുട്ടൻ പോരട്ടെ കേട്ടോ. ഇതാണ് ഈശോടൊപ്പം ആയിരുന്ന ആളുടെ അവസ്ഥ. അങ്ങനെ ഈശോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ സുഖവും, അങ്ങനെ ഒരു വീട്ടമ്മയാണല്ലോ, അങ്ങനെ സമയം കണ്ടെത്തി ഈശോടൊപ്പം ആ ഒരു സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ആയിരിക്കാനായിട്ടുള്ള നല്ല അവസരങ്ങളെ പറ്റിയൊക്കെ പറയാമോ? ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ആകെ ചില വിഷമങ്ങൾ, ഇങ്ങനത്തെ സംഗതികളെല്ലാം ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞങ്ങൾ ഈ വീട് പണിയണ സമയത്ത്, ഞങ്ങൾ കോട്ടയത്താണ് വീട് പണി. അപ്പോൾ ഹസ്ബൻഡ് ഷാജി അന്ന് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു പ്രത്യേക സമയം ഞാൻ ഓർത്തത്, വീട് പണിയുടെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം വന്നിട്ട് എന്ത് ചെയ്യും, ദൈവം എടുത്ത ഡിസിഷൻസ് എല്ലാം തെറ്റിപ്പോയോ, എന്താണ് കർത്താവ്, ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഉള്ളിങ്ങനെ കരഞ്ഞ് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, വഴി കൂടെ നടക്കുമ്പോഴൊക്കെ ഉള്ളിങ്ങനെ കരയുക, കർത്താവ് എന്താ ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വഴിക്ക് ഒരു സിസ്റ്ററിനെ കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, ഞാനൊരു പ്രത്യേക കാര്യത്തിൽ ഇങ്ങനെ ഇച്ചിരി വിഷമിച്ചിരിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാനിങ്ങനെ തിരിച്ചു നടന്നു. സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ആ ചാപ്പലിലൊന്ന് പോയിട്ടൊന്ന് പോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരി സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ആ ചാപ്പലിൽ കയറിയിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ആ ചാപ്പലിൽ കയറി കഴിയുമ്പോൾ എനിക്ക് ഈശോ എന്തെങ്കിലും എന്നോട് പറയും, പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചാപ്പലിലോട്ട് കയറുന്നത്. ചാപ്പലിലോട്ട് കയറി ഞാനിങ്ങനെ ഈശോയെ നോക്കി കുറേ നേരം കരഞ്ഞു. കാരണം എന്ത് ഈശോയെ, ഞാനോർത്ത് എന്തെങ്കിലും കേൾക്കും, ഒന്നുമില്ല. കുറേ നേരം കരഞ്ഞു കുറേ നേരം ഇപ്പോൾ ഞാൻ ശാന്തമായി, ഒന്നും പറഞ്ഞില്ല. ഞാനോർക്കും ഞാനൊരു 3/4 മണിക്കൂർ അവിടെ ഇരുന്നു, കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു. എനിക്ക് ഉറപ്പായി പോകുന്ന കർത്താവിൻ്റെ വഴിയാണ്. ശാന്തമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇപ്പം ഞാൻ ഓർത്ത് ഈ കയറിപ്പോയി ഞാൻ വിങ്ങി പൊട്ടിയാണ് കയറിയത്. തിരിച്ചിറങ്ങണ ഞാൻ മുഴുവൻ സ്വീകരിച്ചാണ്. എന്തൊരു വ്യത്യാസം ആ കയറലും ഇറങ്ങലും തമ്മിലെന്ന് വിചാരിച്ചു. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പറയപ്പെടുന്നത് കണ്ടമാരിൽ അത്ഭുതമാണ്. ഇപ്പം അത്ഭുതം പറയുന്ന ഇപ്രകാരമാണ്, ഉറപ്പാണ് ഇവർ ആക്രമിക്കപ്പെടുമെന്നുള്ളത്. ഏകദേശം 100-200ഓളം പേര് ഉറപ്പായിട്ട് മരിക്കും. ഈ സിസ്റ്റേഴ്സ് ഓടി വന്നിട്ട് പിള്ളേർ പല മതത്തിൽപ്പെട്ട പിള്ളേരെല്ലാവരും കൂടി ചാപ്പലിലേക്ക് അങ്ങ് തള്ളി കെട്ടിയിട്ട് അവിടെ കടന്ന് ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. അവർക്കൊരിക്കലും ഈ മതിൽ തകർത്ത് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. മതിലിൽ അവിടെ നിൽക്കുമ്പോൾ ഇവർ പുറകോട്ട് തള്ളി മാറ്റപ്പെടുക.
ഇന്നും ചരിത്ര സ്മാരകമായിട്ട്, അത്ഭുത സ്മാരകമായിട്ട് ആ പള്ളിയും ആ മഠവും അതിന് ചുറ്റുപാടും ഇപ്പോഴും ഉണ്ട്. അക്രമകാരികൾക്ക് യാതൊരു കാരണവശാലും അകത്തേക്ക് കയറാനും വലിയൊരു പ്രൊട്ടക്ഷൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുന്നവർ കിട്ടുന്നുണ്ട്. ആൻറ്റിക്ക് ഇതുപോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ അനുഭവങ്ങൾ, ഏതിൻ്റെയും ഏത് പ്രതിബന്ധങ്ങളുടെ മുമ്പിലും എത്ര സാത്താൻ്റെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ തകർക്കുന്ന തമ്പുരാൻ്റെ ശക്തി അത് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അനുഭവിക്കാനായിട്ട് പറ്റിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരു കൊച്ച് ഡിപ്രഷനുള്ള ഒരു കൊച്ചാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്ല, ഫോണിൽ കൂടെ ഭയങ്കര കരച്ചിട്ട് ആൻറ്റി ഞാൻ മടുത്തു, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇച്ചിരി സൂസൈഡൽ ടെൻഡൻസി ഉള്ള ഒരു കൊച്ചാണ്. ഞാൻ മതിയാക്കി, ഞാൻ മരിക്കാൻ പോവുക, ആൻറ്റി ഇപ്പോൾ വന്നാൽ എന്നെ കാണാം, ആൻറ്റി ഇപ്പോൾ വരാമോ, അല്ലെങ്കിൽ എനിക്ക് ആൻറ്റി എപ്പോൾ ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക. അപ്പം ഞാൻ നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ചാപ്പലിലോട്ട് ചെന്നിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്, നീ അവിടെ പോയി ഇരിക്കുക, എന്നിട്ട് എന്നോട് പറയാനുള്ള മുഴുവനും നീ അവിടെ ഞാൻ വരാം, അതുവരെ നീ അവിടെ ഒന്ന് ഇരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് ഈശോയുടെ മുമ്പിൽ പോയി നീ കരഞ്ഞ് ഈശോ നിനക്ക് പറയാനുള്ള, എന്നോട് പറയാൻ നീ ഉദ്ദേശിക്കുന്ന മുഴുവൻ നീ അവിടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലിയെല്ലാം തീർത്ത് എല്ലാം കുറച്ച് സമയം എടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്ത് വീണ്ടും അവൾ വിളിച്ചിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്വരം, കരയുന്നില്ല, വിളിക്കുന്നില്ല, ഒന്നുമില്ല. ആൻറ്റി വരുമ്പോൾ എനിക്ക് ഇച്ചിരി ചോറ് കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞ മരിക്കും എന്ന് പറഞ്ഞ ആള് അവിടെ പോയി ആ കുർബാനയുടെ മുമ്പ് വെച്ച് 1/2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആണ് വിശപ്പറിയുന്നത്, ചോറ് ഉണ്ണണം. ഷി കെയിം ബാക്ക്, ലിറ്ററലി കെയിം ബാക്ക്. ഞാൻ ചോറുമായിട്ട് ചെന്നു. അല്ല, ഞാൻ പറയുകയാണ്, ആ കുർബാനയുടെ മുമ്പിൽ അവള് കരഞ്ഞത് എന്നോട് പറയാം, മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് അവള് കരഞ്ഞപ്പോഴത്തേന് ആ മരിക്കണം എന്നുള്ള ചിന്ത പോയിട്ട് എനിക്ക് ചോറുണ്ണണം എന്നുള്ള വളരെ ഒരു ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റി. എനിക്ക് പരിചയമുള്ള ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു ഹോസ്റ്റലിൻ്റെ ഡയറക്ടറായിരുന്നു. ഇത് ഹോസ്റ്റലിൻ്റെ വാർഡനൊക്കെ ഭയങ്കര വലിയ ഹോസ്റ്റലാണ്, ഒത്തിരി പിള്ളേരൊക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹം അവിടെ ആ പൊസിഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഈ കേരളത്തിന് പുറത്തുള്ള സ്ഥലമാണ്, കാരണം അത്രയും നല്ല ജഗജില്ലികളായ പിള്ളേർ പഠിക്കുന്ന സ്ഥലമാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡനായിരുന്ന അച്ഛൻ ആൾക്കാരെ നമ്മളെ തോക്കിൻ്റെ മുമ്പിൽ നിർത്തുമെന്നൊക്കെ പറയുന്ന പോലെ പേടിപ്പിച്ചും ഭയങ്കര അടിപൊളി അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിരുന്നു. എന്നിട്ടും മഹാലമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ രാവിലെ എല്ലാ ദിവസവും ആൾക്കാർ ടോയ്ലറ്റ് ഏരിയയിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കൂറ്റം വേസ്റ്റ് ബാസ്കറ്റിന് മുഴുവൻ കുപ്പിയായിരിക്കും. തലേദിവസം ഈ പിള്ളേർ കുടിച്ചിട്ട് കൊണ്ട് എറിഞ്ഞു കിടന്ന കുപ്പി. അവർ പള്ളിയിലൊക്കെ വരുന്ന പോലും പലവരൊക്കെ മിക്കവാറൊക്കെ ഒരു പകുതി ഉറക്കത്തിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് ഓർഡറാക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കാണ് ഈ പാവപ്പെട്ട അച്ഛൻ, മിണ്ടാപ്രാണിയായ അച്ഛൻ അങ്ങോട്ട് ഇതിൻ്റെ ഇതായിട്ട് വരുന്നത്, ഇൻചാർജായിട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് തീരുമാനമായി, പിള്ളേരിനി ഇത് വലിയ ബാറാക്കി മാറ്റുമെന്ന് പറഞ്ഞു. കുറച്ചാണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അച്ഛൻ ഒരിക്കലും വലിയ ഘോരമായ പ്രസംഗങ്ങളോ വലിയ ശക്തമായ താക്കീതുകളോ മുറിയിൽ പോയി ചെക്കിങ് ഒന്നും നടന്നില്ല. അതിന് ശക്തിയില്ല ഈ മനുഷ്യന്. പക്ഷേ ഈ മനുഷ്യൻ വേറൊരു കാര്യം ചെയ്യുമായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 10:30 ആകുമ്പോൾ എല്ലാവരും മുറികളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ചാപ്പലിൽ പുള്ളി ഒറ്റയ്ക്ക് വന്നിട്ട് പുള്ളി ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെക്കും. ഒരു തിരിയൊക്കെ സൈഡിൽ കത്തിച്ചിട്ട് പുള്ളി അവിടെ കൈ വിരിച്ചു പിടിച്ചിരിക്കും. ഞാനും പലതവണ കണ്ടിട്ടുണ്ട്. പുള്ളി 2 കൈയും വിരിച്ചു പിടിച്ച് 1 മണിക്കൂറോളം, വല്ലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ പുറകെ പോയി ഇരുന്നിട്ടുണ്ട്, അതുവഴി പോകുന്ന അച്ഛന്മാർ ആരും പ്രദേശമൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. 1 മണിക്കൂറോളം പുള്ളി കൈ വിരിച്ചു പിടിച്ചിരിക്കും. പുള്ളി 2 വർഷം 3 വർഷം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, വല്ലപ്പോഴൊക്കെ ഒരു പേരിന് ഒരു കുപ്പി എങ്ങാനൊക്കെ ആ ടോയ്ലറ്റ് സൈഡിൽ ആരും കൂടെ വെച്ചാലായി. അതിനു മുമ്പ് അവിടെയുള്ള കുപ്പി പിറക്കി വിറ്റ് അയൽപക്കത്തെ പെണ്ണുങ്ങളൊക്കെ ജീവിച്ചിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഒരു ദിവ്യകാരത്തിന് മുമ്പിൽ വന്നത്. അതായത് ഇൻ്റർസെഷൻ ശക്തിയാണ്. ഒരാൾ തമ്പുരാൻ്റെ മുമ്പിൽ വന്ന്, ദിവ്യകാരത്തിന് മുമ്പിൽ വന്ന്, ഉത്തരം തരുന്ന കർത്താവിന് മുമ്പിൽ വന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുമ്പോൾ അതൊരു വീട്ടിൽ അപ്പനോ ഒരു അമ്മയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മാറ്റം എന്തായിരിക്കും? ഒരു അപ്പൻ എന്നൊരു ആ ചോദ്യം അങ്ങോട്ട് വെക്കുകയാണ്. ഇൻ്റർസെഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പലപ്പോഴും ഞാൻ പരിശുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് ചില മനുഷ്യരുടെ മുഖം എനിക്ക് തെളിഞ്ഞു വരുന്ന അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ചില സമയത്ത് കാണുന്ന വ്യക്തികൾ ഞാൻ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും കർത്താവ് തരുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, പരിശുദ്ധ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം പറയാനല്ല, കർത്താവിന് എന്തൊക്കെയോ നമ്മളോട് ഇങ്ങോട്ട് പറയാനുണ്ട്. ഇന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പരിചയമുള്ളവരെ കുറിച്ചാണെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ വരുമ്പോൾ എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയും, ഇന്ന് ഈശോ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പരിശോധന മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളായിട്ടും എനിക്ക് അനുഭവപ്പെട്ട മക്കളിലേക്ക് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധനാണ് വിശുദ്ധ ജോസഫ് വാസ്.
നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ മിഷണറി ആയിട്ട് ജീവിച്ച മരിച്ചുപോയ ഭയങ്കര രസികനായ ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ പറ്റി രസകരമായ ചില സംഭവങ്ങളുണ്ട്. ജോസഫ് വാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈശോയ്ക്ക് എപ്പോഴും പോയി കാണണമെന്ന്, ദിവ്യകാരൻ സന്നിധിയിലൊക്കെ പോകണമെന്നേ. അപ്പോൾ ജോസഫ് വാസിന് പകലൊന്നും സമയമില്ല. അപ്പോൾ ജോസഫ് വാസ് രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ വീടിൻ്റെ മുകളിൽ കയറി മച്ചിൻ്റെ സൈഡിൽ കൂടി പിടിച്ച് മരത്തെ കൂടി തൂങ്ങി ഇറങ്ങും. കൊച്ചാ തൂങ്ങി ഇറങ്ങി പതുക്കെ ഇത് ഗേറ്റൊക്കെ തുറന്ന് ഞുണ്ടി ആരും കള്ളന്മാർ പോകുന്ന രാത്രി ഓടി ഓടി പള്ളിയുടെ വാതിൽക്ക് ചെല്ലും. പറയും ഈശോയെ വാതിൽ തുറന്ന് നിങ്ങട്ടാ. അപ്പോൾ ഈശോ കൃത്യമായിട്ട് പള്ളിയുടെ വാതിൽ തുറന്നു കൊടുക്കും. ഇത് കഴിയുമ്പോൾ കൊച്ചു പറയും ആരെങ്കിലും കാണും, വേഗം അടച്ചേര്. അപ്പോൾ ഈശോ കൃത്യമായിട്ട് വാതിൽ അടച്ചു കൊടുക്കും. എന്നിട്ട് ഈശോയുടെ മുമ്പിൽ പോയിരുന്നു കുറേ നേരം വർത്താനം പറയും. കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. കുറച്ച് കഴിയുമ്പോൾ പറയും ഈശോ എനിക്ക് ഉറക്കം വന്നാൽ എഴുതിപ്പിച്ചേക്കണോ, എന്നെ തിരിച്ചു വിടണ്ട, രാവിലെ ചെല്ലേണ്ടതാ. കുറേ നേരം കഴിഞ്ഞ് കൊച്ചു പ്രാർത്ഥനയും കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പോകും. തിരിച്ചു പോകാൻ പറയും ഈശോ വാതിൽ തുറന്നു, എനിക്ക് പോകണം. എന്നിട്ട് വാതിലൊക്കെ തുറന്നു കൊടുത്ത് ഈശോ വീണ്ടും, ഇത് ജോസഫ് വാസിൻ്റെ ഒരു സ്ഥിരം പ്രാർത്ഥന ശരിയാ. അതായത് ആഗ്രഹം ആർക്കുണ്ടോ, തീക്ഷ്ണത ആർക്കുണ്ടോ നമ്മുടെ വഴി കാണിച്ചു തന്നിരിക്കും. ആൻറ്റി അങ്ങനത്തെ ആൻറ്റിക്ക് വല്ലോ അനുഭവങ്ങളോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടോ? എനിക്ക് ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഒരു ദിവസം ഞാനിങ്ങനെ കുർബാനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേനും വേറെ ആരുമില്ല അന്നേരം. അപ്പോഴത്തേനും ഒരു പെങ്കൊച്ച് കയറി വന്നു, ഇച്ചിരി പ്രായം ചെന്ന പക്ഷെ ഒരു യൂത്ത് കയറി വന്നിട്ട്, അവൾ കയറി വന്നിട്ട് ഞാനിരുന്ന ബെഞ്ചിൻ്റെ മറ്റേ അറ്റത്തോട്ട് വന്ന് ഒറ്റ ഒരു ഇരിപ്പും കമന്ന് കടന്ന് ഒറ്റ കരച്ചിലും. ഭയങ്കരമായിട്ട് കരയും, ശരീരം അങ്ങ് കുലുങ്ങുക, ഏങ്ങി അവൾ കരയുക. ഞാൻ കുറച്ച് നേരം അവിടെ മിണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ആ ബെഞ്ചിൽ തന്നെ നീങ്ങി ഞെറങ്ങി അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ തോളെ കൂടെ ഇങ്ങനെ കൈ ഞാൻ വെച്ചു. ഈ തോളെ കൂടെ കൈ വെച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ശക്തിയായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്ത് വിഷമം അവൾക്കുള്ളതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിനക്കറിയാം. നീ വിചാരിച്ചാൽ നിനക്ക് അവളെ സൗഖ്യപ്പെടുത്താനായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റും, ശാന്തമാക്കാനായിട്ട് പറ്റും. ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഈശോയെ നീ അവളെ സൗഖ്യപ്പെടുത്തുക, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിൻ്റെ മുമ്പിലോട്ട് അവൾ വന്നത്, വേറെ എങ്ങോട്ടും അവൾ പോയില്ല. ആ മനസ്സിൻ്റെ ഭാരം മൊത്തം വന്ന് ഇവിടെ വന്ന് പൊട്ടി അങ്ങ് കരയുമല്ലേ അത്. അപ്പം ഞാൻ നിൻ്റെ മുമ്പിലോട്ട് വന്ന കൊച്ചാണ്, അപ്പം നീ വിചാരിച്ചാൽ നിനക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റും. ഇത്ര മാത്രം ഞാൻ പറഞ്ഞുള്ളൂ ഈശോ. എന്നിട്ട് ഞാൻ കൈ മാറ്റിയില്ല, ഇവിടെ തോളയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇത് പറഞ്ഞ ഉടനെ അവളുടെ ആ ശരീരത്തിൻ്റെ കുലുങ്ങിയുള്ള കരച്ചിൽ അങ്ങ് നിന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും അവളുടെ കരച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് അവൾ ശാന്തമായി. അവൾ തല പൊക്കി, എന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെയൊന്ന് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, പക്ഷേ ഈശോ ആണ് അവളെ സൗഖ്യപ്പെടുത്തുന്നത്. താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവളെ എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു പരിചയമില്ല, എന്താ സംഭവിച്ചത് ഒന്നും ഞാൻ ചോദിക്കാനും പോയില്ല, അവൾ പറയാനും പോയില്ല. എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവള് സന്തോഷത്തോടെ അവൾ ഇറങ്ങിപ്പോയി. അവളുടെ മുഖത്തങ്ങ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച പോലെ ആയിരുന്നു. ആളല്ല ഈശോയുടെ മുമ്പിൽ വന്ന് വാഗ്ദത്ത പേടകത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന മോശമുണ്ടല്ലോ, തിരിച്ചു വരുമ്പോഴത്തേക്ക് ആർക്കും മുഖത്ത് നോക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെയാണ് ശരിക്കും തമ്പുരാൻ്റെ മുമ്പിൽ ലയിച്ചിരുന്ന് പോകുന്നവർ. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കുഞ്ഞു വിശുദ്ധനുണ്ട്, വിശുദ്ധ പീറ്റർ എമാൾഡ് എന്ന് പറയുന്ന ഒരു കൊച്ചു വിശുദ്ധനായിരുന്നു. വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഭയങ്കര രസകരമായ ഒരു ഈശോ ദിവ്യകാരനും ഭക്തനായിരുന്നു, നല്ല തികഞ്ഞ ഭക്തനായിരുന്നു. ഒരു ദിവസം കുഞ്ഞിൻ്റെ വീട്ടിൽ കാണാനില്ലായിട്ട് എല്ലാവരും നാട് മുഴുവൻ അന്വേഷിക്കുക. അവസാനം അവൻ്റെ ചേച്ചി അന്വേഷിച്ച് തൊട്ടടുത്തുള്ള ചാപ്പലിൽ ചെന്നപ്പോഴത്തേക്ക് ഇവൻ സക്രാരിയുടെ മേളിൽ കയറിയിരിക്കുന്നു. അതായത് ബലിപീഠത്തെ ചവിട്ടി സക്രാരിയുടെ മേളിൽ കയറി ചെവി വെച്ച് അകത്തിങ്ങനെ കൂപ്പിച്ചിരിപ്പാ. അപ്പോൾ ചേച്ചി വെച്ച് ഇവനെന്താ കാണിക്കുന്നേ, എടുത്ത് ഇറങ്ങി എന്താ കാണിക്കുന്നേ, ഐ ആം ലിസണിങ് ടു ജീസസ്, ഞാൻ ഈശോനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ദിവികാരുണ്യ ഒരു യഥാർത്ഥ അനുഭവം. തമ്പുരാൻ മുമ്പിലിരുന്ന് തമ്പുരാൻ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാറുണ്ട്. ശരിക്കും നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം, പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെയൊക്കെ പിതാവ് എപ്പോഴും പറയുന്നത്, നമ്മൾ ദിവ്യകാരത്തിന് മുമ്പിലിരുന്നാണ് പിതാവ് എല്ലാ തീരുമാനം എടുത്തിരുന്നത്. പിതാവിൻ്റെ ചാക്രഗ്രഹങ്ങളെല്ലാം പിതാവിനാണ് ഏറ്റവും വിപ്ലവകരമായ ചാക്രഗ്രഹങ്ങൾ ഒത്തിരി വന്നത്. ഇതെല്ലാം പിതാവ് പറഞ്ഞാൽ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈശോയുടെ മുമ്പിൽ ദിവ്യകാരന് എഴുതി വെച്ചിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും മനോഹരമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ വേണ്ടിയുണ്ടോ? അതായത് നമ്മൾ അപ്പനും അമ്മയും ഇരിക്കുന്നത് പിള്ളേരോട് പറയുന്നു, ചിലത് പറഞ്ഞില്ലെങ്കിലും പിള്ളേർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം, ഒരു വൈദികൻ ഒരിക്കൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു മോൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്ഥിരം നമ്മൾ ആരാധനയുടെ മുമ്പിലിരിക്കും, അങ്ങനെയൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഇതുപോലെ പോയിരിക്കും എന്നല്ലാതെ. അത് കഴിഞ്ഞ് +2 എല്ലാം കഴിഞ്ഞപ്പം ഏതോ ഒരു പ്രോഗ്രാമിന് അച്ഛൻ്റെ അടുത്ത് പറയുക, അവൻ ആരാധനയുടെ മുമ്പിലിരിക്കണം കണ്ടു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ അവിടെ ഇരിക്കണേ? അതേ അച്ഛൻ ആരും ഇല്ലായിരുന്നു.
അപ്പം ഞാൻ ഒന്ന് ഈശോ തന്നെ ഇരിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ കയറിയിരുന്നു. ഞാനത് കേട്ടപ്പോൾ ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അവന് വിശുദ്ധ കുർബാനയോട് സ്നേഹം മക്കൾക്ക് അത്രയും ഉണ്ടെന്നുള്ളത്, സ്നേഹം കിട്ടിയെന്നുള്ളത്. സ്നേഹം കൊണ്ടിരുന്നുള്ളത് നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആഹാഹാ. അപ്പം ഇതെല്ലാം മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ചെറിയ കൊച്ചു വരെ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിലപ്പോൾ ആഗ്നസ് വന്നിട്ട് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഈശോയ്ക്ക് ഞാൻ ആകുത ഈ ഈശോയാ ഒന്ന് നോക്കി. അപ്പോൾ അവളിങ്ങനെ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ അങ്ങോട്ട് തിരിയും. അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ കരയും. അപ്പോൾ ചോദിക്കും അമ്മ എന്തിനാ കരയണേ? ഓ ഈശോയാ അല്ലേ, ഓ അവൾ തന്നെ ഒരു കൺക്ലൂഷൻ എത്തണേ. ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളൊരു കാര്യം അറിയുന്നുണ്ട്, ഈശോയുടെ അടുത്തുനിന്നാണ് ഈ മാതാപിതാക്കൾ ഞങ്ങൾ ശക്തി സ്വീകരിക്കണേ എന്നുള്ളത്. കുട്ടികളത് അറിഞ്ഞോ അറിയാതെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ഓടേണ്ട എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വാക്കുകൊണ്ട് പറയണേക്ക് ഒരു പരിധിയുണ്ട് അതിനൊക്കെ. പക്ഷെ കണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ ഒരു സാധ്യതയുണ്ട്. ദിവ്യകാരൻ കുടുംബം മുഴുവൻ ദിവ്യകാരൻ അനുഭവം ഇപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ചില വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ മാന്നാനത്ത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ, മക്കളെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊന്നുമല്ല, എല്ലാവരും ഡിഗ്രി കഴിഞ്ഞവരും ജോലിയുള്ളവർ, ഇവരെല്ലാവരും കൂടെ എല്ലാ ദിവസം വന്ന് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് ദിവ്യകാരൻ ചാപ്പിൽ എടുത്തിട്ട് പോയി ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു വലിയൊരു മെസ്സേജ് അതിനകത്തുണ്ട്. കുടുംബം ഒന്നിച്ചൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാമെങ്കിൽ സാത്താൻ ഒത്തിരി കോട്ടകൾ പൊളിഞ്ഞു പോകും. സാത്താൻ നമ്മുടെ കുടുംബങ്ങളെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന കുറേ പദ്ധതികൾ പൊളിയാനും മക്കളുടെ മേലുള്ള ദുർസ്വാധീനങ്ങളൊക്കെ മാറാനായിട്ട് ഇത് ഭയങ്കര നല്ലൊരു ദിവികാരൻ്റെ ഭക്തിയും ദിവികാരൻ്റെ വിസിറ്റൊക്കെ നല്ലൊരു ടൂളാണ്. ഒരു വികാരിച്ചൻ പറഞ്ഞ ഒരു ചെറിയ സംഭവം എൻ്റെ ഓർമ്മയുണ്ട്. വികാരിച്ചൻ പറഞ്ഞ അവരുടെ വികാരിച്ചൻ ഒരു പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയതാണ്, തെക്കൻ കേരളത്തിലാണ്. അപ്പോൾ ആ പള്ളിയിൽ എന്നും അടിയാണ്, എന്ത് പ്രോഗ്രാം നടന്നാലും അടി, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി കൂടി അടി, മുട്ടനടി. അച്ഛൻ ആ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. പാവപ്പെട്ടൊരു അച്ഛനാണ്, വലിയ കഴിവുമില്ല, സംസാരിച്ച് പിടിച്ചെടുത്താണെന്നും അറിയില്ല. അച്ഛൻ 1-2 യുവജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആരും അറിയാതെ അച്ഛൻ ദിവ്യകാരനും കൈ പിടിച്ച് ബൈക്കിൻ്റെ പുറകിലിരുന്നുകൊണ്ട് എട്ടപ്പക്കം മുഴുവൻ പോയി. എട്ടപ്പക്കയിലെ സകല ഊടുവഴികളിലൂടെയും അച്ഛൻ ദിവ്യകാരൻ പ്രദക്ഷിണം ആരും അറിയാതെ രാത്രി നടത്തി. അച്ഛൻ പറയാണ് അതോടെ നാട് ക്ലീനായെന്ന്. അതേ ഉള്ളു ഉത്തരം. അതിൽ വലിയ എന്ത് നാട്ടിൽ ക്ലീനിങ് നടത്താൻ വേണ്ടിയാണ്. ആൻറ്റി ഇതുപോലെയുള്ള ദിവ്യകാരണത്തിൻ്റെ കുടുംബം ഒരുമിച്ച് ഒരു രക്ഷയുടെ അനുഭവം കിട്ടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ആൻറ്റിക്ക് പങ്കുവെക്കാൻ വേണ്ടിയുണ്ടോ? ഞാൻ ഈ കൗൺസിലിൻ്റെ മേഖലയിലായതുകൊണ്ട് എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് പറയാനുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാതെ കൊണ്ട് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞിട്ട് ദിവ്യകാരൻ ഈശോയുടെ മുമ്പിൽ പോയി മക്കൾക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനും പോയിരിക്കാറുണ്ട്. അപ്പം മോള് ഇന്നാൾ എന്തോ ഒരു കാര്യം അവളുടെ ഒരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന്, അതായത് ആത്മീയ മേഖലയിലുള്ള ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ മോളെ ഏത് പാപമായാലും ഏത് തഴക്കദോഷം എന്തുമായാലും ശരി കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് ആരാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടായിരിക്കുകയല്ല, പക്ഷെ പടിപടിയായിട്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിടുതൽ. നമ്മൾ വീക്ക്നെസ് ഉള്ള ഒരു ഹാബിച്വൽ സിൻസ് എന്ന് പറയുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് വീഴുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ ഇതിൽ തീർച്ചയായിട്ടും കുർബാനയുടെ മുമ്പിൽ പോയി ഇരുന്ന് ആരാധിച്ചാൽ കിട്ടും എന്നുള്ള അതുകൊണ്ട് ഞാനും ഡാഡിയൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും പോയി അങ്ങനെ പോയി ഇരിക്കുന്നത്. നമ്മളിപ്പം ഒരു ഭൗതിക ആവശ്യങ്ങളല്ല മാത്രമല്ല, നമുക്ക് ആത്മീയമായിട്ടുള്ള നമുക്കൊരു ബലം കിട്ടാനും നമുക്ക് തഴക്കദോഷത്തിൽ നിന്ന് വിടുതൽ കിട്ടാനും ഒക്കെ വേണ്ടി നമ്മളിപ്പോൾ പോയി ഇരിക്കണം. മോളെ നീയും അങ്ങനെ ചെയ്താൽ മതി, തീർച്ചയായിട്ടും നീ വിചാരിക്കുന്ന ഈ സ്ഥിരം കുമ്പസാരത്തിൽ പറയുന്ന പാപങ്ങളിൽ നിന്നുള്ള മോചനം നിനക്ക് കിട്ടും എന്ന് ഞാൻ അവളോട് പറയാറുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ അടുത്തൊരു കൊച്ച് കൗൺസിലിങ്ങിന് വരുന്ന ഒരു കൊച്ച് എന്നോട് പറയാറുണ്ട്, നമുക്ക് ആ കൊച്ചിന് ലൈംഗിക മേഖലയിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. എന്തോ ആന്തരിക മുറിവിൻ്റെ എന്തോ സംഭവമാണ്, പക്ഷെ ലൈംഗിക മേഖല ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അവൾ എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, അവൾ കൂടെ കുമ്പസാരിക്കുന്നുണ്ട്. അവസാനം ഒരു ദിവസം അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഞാൻ മടുത്ത ആൻറ്റി പറഞ്ഞ പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ കൊന്ത ചൊല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ വീണ്ടും ഈ മേഖലയിൽ ഞാൻ വീണ്ടും പോകുന്നു. ഇന്നലെയും കുമ്പസാരിച്ച ഇന്നിനി വീണ്ടും കുമ്പസാരിക്കണോ, എനിക്കങ്ങ് മടുത്തു, ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിനെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, മോളെ നീ എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച കുർബാനയല്ല ചാപ്പലിൽ പോയി ഒരു അരമണിക്കൂർ. അപ്പോൾ അവൾ ജോലിക്ക് പോകുന്ന പോലെ രാവിലെ പോയിട്ട് രാത്രിയാണ് വരുന്നത്, അപ്പോൾ അവൾക്കത് നടക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആഴ്ചയിലൊരു ദിവസം അരമണിക്കൂർ, ആഴ്ചയിലൊരു ദിവസം നിനക്കത് പറ്റുമല്ലോ, ആഴ്ചയിലൊരു ദിവസം അരമണിക്കൂർ പോയി കുർബാന മുമ്പിൽ നീ ഇത് മാത്രം സമർപ്പിച്ചാൽ മതി, നീ വേറൊന്നും പറയണ്ട, കുർബാന മുമ്പേ അരമണിക്കൂർ ഇരുന്ന് ഇത് മാത്രം പറഞ്ഞിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോരുക എന്ന് പറയും. അവൾ ഞാൻ പറയുന്ന അനുസരിക്കുന്ന ഒരു കൊച്ചായതുകൊണ്ട് അവൾക്ക് അതിനകത്ത് വലിയ ഇത് തോന്നിയില്ല. പക്ഷെ അവളത് ചെയ്ത് ക്രമേണ പടിപടിയായിട്ട് അവളുടെ ആ ഒരു ഫ്രീക്വൻസി അങ്ങ് കുറഞ്ഞ് അവൾ ആ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. അരമണിക്കൂർ ആഴ്ചയിൽ ഒരു ദിവസം
പോയി കുർബാനയുടെ മുമ്പിൽ ഇരുന്നതാണ്. ഒരിക്കലും അച്ഛാ ഏഞ്ചൽസ് ആർമിയുടെ നൈറ്റ് വിജിൽ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് പതിവില്ലാതെ അധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നവരെല്ലാം മക്കളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അന്ന് നൈറ്റ് വിജിൽ ഓർക്കുന്ന പിള്ളേരെല്ലാം കൂടെ ഫ്രണ്ടിലിരുന്നു. ഇവരൊരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട് ഇവർ തന്നെ. അന്നത്തെ നൈറ്റ് വിജിൽ വേറെ ആരും അധികം സംസാരിച്ചില്ല. കുറേ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തൊരു രസമായിരുന്നു പറയും. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരിങ്ങനെ അപ്പം ഞാൻ ഓർക്കുക ഈ കുടുംബങ്ങൾ ഒരുമിച്ച് മക്കൾ ഒരുമിച്ചിരുന്ന് ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഭംഗി. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ മോള് പറയായിരുന്നേ നമുക്ക് അടുത്ത പ്രാവശ്യത്തേനും വരണം കേട്ടാ, ഞങ്ങൾ ഇതുപോലെ പാട്ടുപാടാം, ഞങ്ങൾ ഇതുപോലെ പാട്ടുപാടാം. പിള്ളേർക്കുള്ള നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്. ഇതേ കർത്താവ് മുമ്പിൽ വന്നിരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്ര ഒരു സൗഭാഗ്യത്തെയാണ് പലപ്പോഴും വിസ്മരിച്ച് കളയുന്നത്. നമ്മൾ ഇവരൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ ഒന്ന് ചേർത്ത് വെക്കും മനസ്സിലാകും. ഒരു കുടുംബം ശരിക്കും ഫോം ചെയ്യപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ടാണ്. മാതാപിതാക്കള് മക്കളെ പറ്റിയുള്ള സ്വപ്നം, ശരിക്കും മക്കൾ അവരുടെ ഹൃദയത്തിൽ ജനിക്കേണ്ടത് പോലും, ശരീരത്തിൽ ജനിക്കുമ്പോൾ ഹൃദയത്തിൽ ജനിക്കേണ്ടത് പോലും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും, അവർ വീട് പണിയുന്നതാവട്ടെ, മക്കളെ പഠിപ്പിക്കാൻ ചേർക്കുന്നതാവട്ടെ, മക്കളുടെ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാവട്ടെ, തീരുമാനം എന്തോ ആവട്ടെ, ഇതെല്ലാം ദിവ്യകാരുണ്യത്തിന് മുമ്പിലാവുമ്പോൾ അത് കർത്താവിൻ്റെ തീരുമാനങ്ങളായി മാറും. ഇത് നമുക്ക് നല്ലൊരു തീരുമാനത്തിൻ്റെയും ഉറപ്പിൻ്റെയും ബോധ്യത്തിൻ്റെയും രാത്രിയാവട്ടെ. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിർത്തി, തമ്പുരാൻ്റെ അൾത്താരോട് ചേർത്ത് നിർത്തി, വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നമ്മൾ കുടുംബം ഒന്നിച്ച് വിശുദ്ധരായിത്തീരും. നമുക്കൊന്നു ചേർന്ന് ഈ നിമിഷം നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, നീ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതും ഈ ഭൂമിയിൽ പാടുപീടകൾ സഹിച്ച് മരിച്ച് ഉദ്ധിതനായതും തമ്പുരാനെ ഈ വെള്ളയപ്പത്തിലേക്ക് വന്ന് ഞങ്ങളോട് ചേർന്നിരിക്കാനും ഞങ്ങളുടെ ഒപ്പമായിരിക്കാനും വേണ്ടിയാണല്ലോ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ എപ്പോഴെങ്കിലും വലിയ മഹത്വം മറന്നുപോയി, വലിയ ഭാഗ്യം മറന്നുപോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. തമ്പുരാനെ, നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ മാപ്പ് പറയുന്നു. ഞങ്ങൾ വരും തമ്പുരാനെ നിന്റെ മുൻപിലേക്ക്, ഞങ്ങൾ കുടുംബം ഒന്നിച്ച് ഞങ്ങളുടെ എല്ലാ നിമിഷങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാം ഉത്തരം നൽകുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നിന്റെ മുമ്പിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് നിൽക്കും. ആ ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ നിന്നോടൊപ്പമായിരിക്കുന്ന വലിയ ദിവസം സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കും. എല്ലാത്തിനും ഉത്തരം നൽകുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെല്ലാം ആ ഒരു സ്നേഹം കൂടുതലായിട്ട് ജനിപ്പിക്കണമേ. എല്ലാ തീരുമാനങ്ങളും ബോധ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ദിവ്യകാരുണ്യത്തെ ഉദരത്തിലും ഹൃദയത്തിലും ആദ്യമായി വഹിച്ചവളെ, ആദ്യത്തെ തിരുസക്രാരിയെ, ഞങ്ങൾക്ക് ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തരണമേ. ദിവ്യകാരുണ്യത്തിന്റെ പ്രത്യേക ഭക്തരായ വിശുദ്ധരെ, സ്വർഗം മുഴുവനെ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബം ഒന്നിച്ച് നല്ലൊരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ചേർന്ന് ഒരു നിത്യാരാധന ചാപ്പലിൽ പോയി അരമണിക്കൂറോ ഒരു മണിക്കൂറോ കുടുംബം ഒന്നിച്ച് ചെലവഴിച്ച് തമ്പുരാന്റെ ഹിതമറിയും, തമ്പുരാന്റെ കൂടുതൽ സ്നേഹം അനുഭവിക്കും.